ഡ്രീം കം ട്രൂ മൊമെൻറ്റ്. നമ്മുടെ ഫസ്റ്റ് ഫാമിലി ഇൻ്റർനാഷണൽ ട്രിപ്പ് വിത്തൗട്ട് എനി ട്രാവൽ ഏജൻസ്. നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി നമ്മളങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒത്തിരി എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ അതും ഫാമിലി ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ പോകുന്നത്. നമ്മൾ ഒരുപാട് നാൾ മുന്നേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. അങ്ങനെ അത് ഫൈനലി ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. Hi guys, we are going to Malaysia. Tata, bye bye. Hello guys, here we are going to Kuala Lumpur, Malaysia. Madhu, hi. We got the boarding pass. നമുക്ക് 12:25 ഏർലി മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ രാത്രി 10 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാം ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ എത്തിയതാണ്. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഓൾറെഡി കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഫൈനലി ലാൻഡഡ് അറ്റ് കുആലാലംപൂർ എയർപോർട്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഫസ്റ്റ് തിങ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിം എടുത്തു. അവിടുന്ന് നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് ഒരു സിം എടുത്തായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ട് വീണ്ടും ഒരാൾക്ക് കൂടി സിം എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എയർപോർട്ടിനകത്ത് തന്നെയുള്ള, നമുക്കിത് എയർപോർട്ട് എന്നല്ല ഒരു മോള് പോലെയാണ് നമുക്കിവിടെ എത്തുമ്പോൾ ഫീൽ ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് തന്നെ ഉള്ളൊരു ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിച്ചു. ഫുഡ് ജസ്റ്റ് ഓക്കെ എന്നേ പറയാൻ പറ്റൂ. പിന്നെ ടീ നമ്മൾ വാങ്ങിയത് ഇവിടെ ഈ ഒരു കപ്പിൽ തന്നെ നമുക്ക് 3 പേർക്ക് കുടിക്കാനുണ്ടായിരുന്നു. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എല്ലാവർക്കും വാങ്ങി. അതും നല്ല റേറ്റും ആയിരുന്നു. പിന്നെ അത് വാങ്ങണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഐറ്റിനറിയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പുത്രജയ ആയിരുന്നു. ബിക്കോസ് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകുന്ന റൂട്ടിൽ വരുന്ന ഫസ്റ്റ് പ്ലേസ് ഇതാണ്. ഇവിടെ മെജോറിറ്റി ഹോട്ടൽസിലും നമുക്ക് ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ രാവിലെ ടൈം പോകും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് ഈ പ്ലേസ് കണ്ടിട്ട് പോകാമെന്ന്. ഇനി നെക്സ്റ്റ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ്. നമ്മൾ ഫോണിലൊരു ഗ്രാബ് എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഊബറൊക്കെ പോലെയാണ്. അവർ നമ്മളെ പിക്കപ്പ് പോയിന്റിൽ നിന്ന് നമ്മൾക്ക് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. Say hi. ഇവിടെ ഹെയർ കവർ ചെയ്ത് ഡ്രസ്സ് ഇങ്ങനെ ഇട്ടാലേ ഇവിടെ കയറാൻ പറ്റും. നമ്മൾ പുത്രജയ ഫുള്ളൊന്ന് കറങ്ങി നടന്ന് എക്സ്പ്ലോർ ചെയ്ത് അപ്പോഴേക്കും ഉച്ചയായി, എല്ലാവർക്കും വിശപ്പായി. പിന്നെ റെസ്റ്റോറൻറ്റ് നോക്കി എങ്ങും പോയില്ല. നമ്മൾ പുത്രജയ ലേക്കിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. ഏകദേശം ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ഫുഡ് നമുക്ക് അവിടുന്ന് കിട്ടി. പിന്നെ നമ്മൾ അവിടെ തന്നെ വീണ്ടും ഒരു ഗ്രാബ് ബുക്ക് ചെയ്ത് നേരെ നമ്മുടെ അക്കോമഡേഷൻ പ്ലേസിലെത്തി. എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയായി. നമ്മൾ വെയിറ്റിംഗ് ലോബിയിൽ വെയിറ്റിംഗ് ആണ്. എല്ലാവരും നല്ല ടയേർഡായി ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഇനി ഫസ്റ്റ്ലി എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ട്വിൻ ടവർ നൈറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. Say hi. Hi. Madhu, hi. Thanks അങ്ങോട്ടാക്കാം അങ്ങോട്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എല്ലാവരും ഇവിടെ റെഡി ആയിരുന്നു.
മാധുന് ഉറക്കം വരുന്നുണ്ട്. മാധു 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 അച്ഛൻ ഇറങ്ങണേ ഉള്ളു. 6 മണിയായപ്പോൾ തന്നെ എല്ലാവരും റെഡി ആയത് ഇവിടെ വെയിറ്റിംഗ് ആണ്. ഗ്രാബ് പിക്കപ്പ് പോയിന്റ് ഇതാണ്, നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് തന്നെയാണ്. അവിടുന്ന് നമ്മൾ കയറി ഫൈനലി ട്വിൻ ടവർ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയ ടൈമിൽ തന്നെ ആയിരുന്നു അവിടെ വാട്ടർ ഷോ ടൈമിങ്ങും ആയത്. അങ്ങനെ നമ്മൾ വിചാരിച്ചു വാട്ടർ ഷോ കണ്ടിട്ട് വന്നിട്ട് ട്വിൻ ടവർ കാണാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ വാട്ടർ ഷോ കാണാൻ വേണ്ടി പോകണം. ഇതെല്ലാം ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ട്വിൻ ടവറിൻ്റെ അടുത്തുള്ള വാട്ടർഫോൾ ഷോ കണ്ടിട്ട് നമ്മൾ ട്വിൻ ടവർ കാണാൻ വേണ്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വാവ്, ദിസ് ഈസ് പെട്രോണാസ് ട്വിൻ ടവർ. അബി അബി ഈ ജലനല്ലൂർ ഫുഡ് സ്ട്രീറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. നമ്മുടെ ബാക്കിലാണ് ട്വിൻ ടവർ. ഇവിടുന്ന് നമ്മൾ ജലനല്ലൂർ ഫുഡ് സ്ട്രീറ്റിൽ ബസ്സിൽ പോകാമെന്നാണ് കരുതിയത്. എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. പക്ഷേ ഇവിടെ ബസ്സിലൊന്നും നമ്മുടെ ക്യാഷ് എടുക്കത്തില്ല, കാർഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ സംസാരിച്ച് ഡ്രൈവറിനെ സെറ്റാക്കി തൽക്കാലം ക്യാഷ് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇവിടുത്തെ മെജോറിറ്റി പബ്ലിക് ട്രാൻസ്പോർട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഭാഗ്യത്തിന് ആരും ക്രെഡിറ്റ് കാർഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിവേ നമ്മൾ ഇവിടെ എത്തി ഫുഡ് കഴിച്ച് ഇവിടെ നമുക്ക് കുറച്ച് ഇന്ത്യൻ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജലനല്ലൂർ ഫുഡ് സ്ട്രീറ്റും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഡിന്നറൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്ത് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. എന്താണ് ഇവിടെ രാവിലെ ചായ, മുട്ട അവിച്ചത്. ഉച്ചയായി ഗൈസ്, ഞങ്ങളെ പ്ലാനൊക്കെ തെറ്റി ഉച്ചയായി പോയി. അപ്പോൾ ഡേ 2 ചെറുതായിട്ടൊന്ന് പാളി. എല്ലാവരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇന്നലെ രാത്രി നല്ല ലേറ്റായിട്ടാണ് വന്ന് കിടന്നുറങ്ങിയത്. അപ്പം നമ്മുടെ രാവിലത്തെ പ്ലാനിങ്സിലൊക്കെ ചെറിയൊരു ചേഞ്ച് വരുത്തി. നമ്മൾ രാവിലെ പോകാനിരുന്ന സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. അപ്പം നമ്മളത് വൈകിട്ടത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് രാവിലെ എന്ന ഹോട്ടലിൽ തന്നെ ഉള്ള സ്വിമ്മിംഗ് പൂൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി നമ്മളെല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ പോയി നല്ലോണം കളിച്ച്. എന്തായാലും ലേറ്റായിട്ട് എണീറ്റതും പ്ലാൻ ചേഞ്ച് ആയതും നന്നായി. ബിക്കോസ് വി ഹാഡ് എ വെരി ഗുഡ് ഡേ. രാവിലെ വരെ മുതുക്കായിട്ട് കിടന്നുറങ്ങിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയി കളിച്ച് നമ്മൾ ഡേ 2 പോവാണ്. ഡേ 2 എങ്ങോട്ടാണ് അശ്വിനി? അബി ഹായ് ബൈ ബൈ പറ.
Where are you going? Top of this mountain. Going to climb. Not climb. Just walk. Just walk. Okay. ഹലോ ഗൈസ്, നമ്മൾ സ്റ്റെപ്സ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായിട്ടുണ്ട്. കളന്നു കുറച്ച് ഇത്രയും സ്റ്റെപ്പ് കൂടെ കയറിയാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തും ഗൈസ്. അപ്പം ഇതാണ് നമ്മളിവിടെ ഏറ്റവും ടോപ്പ് സ്റ്റെപ്പ് കയറി എത്തുമ്പോഴുള്ള വ്യൂ. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ അകത്തോട്ട് പോകുമ്പോഴാണ് ടെമ്പിൾ ഉള്ളത്. ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഇവിടെ ടോപ്പിലെത്തി. 264 സ്റ്റെപ്സ് കയറിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. 270 നമ്മൾ ഇവിടെ തളർന്നു. അപ്പോൾ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിൽ കാണുന്ന കുറച്ച് സ്ഥലമുണ്ട്, അവിടെയാണ് ടെമ്പിള്. ഓക്കെ ബൈ, നമുക്കിനി ടെമ്പിളിൽ പോവാം. ഇവിടെ കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്തായാലും വെള്ളം കുടിക്കണമെന്ന് തോന്നും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിക്കാം. പിന്നെ അത് താഴോട്ട് ഇറങ്ങുന്ന സ്പോട്ടിലും താഴോട്ട് വരുമ്പോൾ കാണുന്ന പ്ലേസ് ഇതാണ്. ഇവിടെയാണ് നമ്മുടെ ടെമ്പിള്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ ടെമ്പിൾ വരുന്നത്. ഇവിടെ ശ്രീ വേലായുധർ ടെമ്പിൾ, ഇതാണ് മെയിൻ ടെമ്പിൾ. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇതിൻ്റെ അകത്തുള്ള വ്യൂസൊക്കെ ഇങ്ങനെയാണ്. ഇത് അയച്ചു തരണമെങ്കിൽ 50 രൂപ. 50 റിംഗറ്റ് ആണോ? റിംഗറ്റ് അല്ല, വീട്ടിൽ പോയിട്ട് 50 രൂപ. ഇന്ത്യൻ റുപ്പീസാ മലേഷ്യൻ റിംഗറ്റ്സാ? ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പി 50 ആണോ? ഓ ഓക്കെ ദെൻ ഐ വിൽ ഗീവ്. എടുക്കുന്നുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾ വിചാരിച്ചോ ഈ വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം എനിക്ക് 50 രൂപ തന്നു. ഓക്കെ. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. അബി നല്ല കൂളാണ്, നല്ല പോസിറ്റീവ് വൈബ് അല്ലായിരുന്നു അബി. ഇവിടെ ഒരു മങ്കിയുണ്ട്. എന്റെ ഫോൺ പിടിച്ചോണ്ട് പോവോ ഗൈസ്? അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. മുകളിൽ നല്ല തണുപ്പാണ്, പിന്നെ മൊത്തത്തിൽ കൊള്ളാം. ഈ ബട്ടു കേവ്സിന്റെ 272 അല്ല, പകുതി വരെ പോകുള്ളെന്നാണ് പറഞ്ഞത്. അല്ല, മൊത്തം എത്ര ടൈം പടി കയറി ഇറങ്ങാന്ന് പറഞ്ഞ് എന്റെ ചേട്ടൻ പോയിട്ടുണ്ട്. ഇതോ പോകുന്നുണ്ട് നടന്ന് പോകുന്നുണ്ട് മഹേഷേട്ടൻ. സ്റ്റോപ്പ് വാച്ച് അബി ഇവിടെ വെച്ചിട്ടുണ്ട്. ചേട്ടൻ കേറാൻ പോകണം. ഓടി 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 കയറി ടൈമർ വെച്ച ആൾക്കാരൊക്കെ കുറച്ചോ
തിരിച്ചിട്ട് ക്യാമറ വിളിച്ചിട്ട് ഒരു മിനിറ്റ് ആയി ഗൈസ്. ചേട്ടന്റെ മിഷൻ കംപ്ലീഷൻ ആവുന്നില്ല. ഒരു മിനിറ്റ് ആണ്. ഒരു മിനിറ്റ് ആയി. എത്രയാണ് ടൈമർ വെച്ചേക്കുന്നത്? 5 മിനിറ്റ്. എന്താണ് അഭിപ്രായം? മഹേഷോട് 5 മിനിറ്റിൽ കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞ് കയറി പോയിരിക്കുകയാണ്. മഹേഷ് അതിനൊക്കെ പ്രാപ്തനാണ്. ബട്ട് ഇപ്പൊ ഫെയിൽ ആവുമോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. എവിടെ എത്തി? എത്ര കാണിയത്? 5 മിനിറ്റ് കഴിഞ്ഞ? ജസ്റ്റ് 5 മിനിറ്റ് മുമ്പ് 4:58 ആയപ്പോ ചേട്ടാ എത്തി. 5 മിനിറ്റും 10 സെക്കൻഡ്. നല്ല സൂപ്പർ ഐഡി. ഓക്കെ ഒരു ഒന്നും ഇല്ല. തോറ്റില്ല ചേട്ടാ, ജസ്റ്റ് കവർ ചെയ്ത് 5 സെക്കൻഡ് കുറച്ച് മാറിയത്. ഓടി വാ മാധു, ഓടി മാധു, അയ്യോ ഓടി വാ. ഹായ്. യോ അങ്ങനെ നമ്മൾ ബട്ടു കേവ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബുക്കിറ്റ് ബിന്ദാങ് സ്ട്രീറ്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഗ്രാബ് വിളിച്ച് പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ചാർജ് ആവും. ബിക്കോസ് നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് 2 ഗ്രാബ് വിളിച്ചാണ് നമ്മൾ എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഇത് കമ്മ്യൂട്ടർ ട്രെയിൻ എന്നാണ് ഈ ട്രെയിനിനെ പറയുന്നത്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ലക്കിന് നമ്മൾ കേരളത്തിൽ നിന്ന് കോഴിക്കോടുള്ള 2 പേരെ കണ്ടു. അവർ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ബുക്കിറ്റ് ബിന്ദാങ്ങിലോട്ടാണ് ഈ അടുത്ത് പോകുന്നത്. ഇത് നമുക്ക് ട്രെയിനിൽ തന്നെ ഉള്ളൊരു സെറ്റപ്പാണ്. കാര്യം നമുക്കിതിൽ നോക്കി നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് സ്റ്റേഷനിലാണ് എത്തിയത്, നമുക്ക് അടുത്ത് ഇറങ്ങാനുള്ളതിന് എത്ര സ്റ്റേഷൻ വരെ ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കി മനസ്സിലാക്കാം. ഇതൊക്കെ നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് KL സെൻട്രലിലെത്തി. ഇതാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ് എന്ന് പറയുമ്പോൾ ഇവിടെ വെറൈറ്റീസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ നെക്സ്റ്റ് ബുക്കിറ്റ് ബിന്ദാങ്ങിലോട്ട് പോകാൻ ചൂസ് ചെയ്യുന്നത് മോണോ റെയിലാണ്. ഇവിടെ നമ്മളിതാ ക്യാഷ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ടിക്കറ്റ് കിട്ടും. നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പും പറഞ്ഞ് ഇവിടുന്ന് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടിക്കറ്റ് എടുക്കാം. ഈ കോയിൻസ് ആണ് നമ്മുടെ ടിക്കറ്റ്. നമ്മളിനി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. പ്ലാറ്റ്ഫോം നോക്കി നമ്മളവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മോണോ റെയിൽ എത്തും. നമുക്ക് ഈ മോണോ റെയിലിൽ നിന്ന് ഡയറക്റ്റ് ബുക്കിറ്റ് ബിന്ദാങ് സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങാൻ പറ്റും. പറഞ്ഞ പോലെ ഇതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് കോലാലംപൂരിൽ നിന്ന് അവൈലബിൾ ആണ്. ഇതാണ് ഏറ്റവും ചീപ്പസ്റ്റ് വേയും. പിന്നെ ഫസ്റ്റ് ഡേ നമ്മൾ അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് പോയ പ്ലേസൊക്കെ ഗ്രാബ് വിളിച്ചാണ് പോയത്. സെക്കൻഡ് ഡേ തൊട്ട് നമ്മൾ കുറച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്തു. അപ്പോൾ വരുന്ന ടൈമൊക്കെ ആയപ്പോൾ നമുക്ക് ഏകദേശം ഒരു കംപ്ലീറ്റ് ഐഡിയ ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്റെ ക്യാമറയ്ക്ക് അകത്തോട്ട് കയറല്ലേ എന്നില്ലേ? നല്ല എക്സ്പെൻസ് ആണ് ഇവിടെ. അങ്ങനെ ബുക്കിംഗ് പിൻഡാങ്ങൊക്കെ ഫുള്ള് കണ്ട് കറങ്ങി വന്നപ്പോഴേക്കും നല്ല ലേറ്റായി. അവിടെ ഒരു നൈറ്റ് ലൈഫ് ഉള്ളൊരു പ്ലേസാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഗ്രാബ് ബുക്ക് ചെയ്തു ഡയറക്റ്റ് തിരിച്ച് ഹോട്ടലിലേക്ക്. ഇതാ ഇവിടെ ഡേ 2 എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ 3 ആൻഡ് ഡേ 4 അടുത്ത പാർട്സിലുണ്ടാവും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.